അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സ്നേഹബഹുമാനാദരവ് നിറഞ്ഞ പ്രിയമുള്ളവരെ, ഷഹബാസ് എന്ന് പറയുന്ന പൊന്നുമോൻ്റെ മരണം നമ്മെ എല്ലാവരെയും വേദനിപ്പിച്ചു. അതിനപ്പുറം നമുക്കൊരുപാട് ചിന്തകളാണ് ആ പൊന്നുമോൻ്റെ മരണത്തിലൂടെ നമുക്ക് ലഭിച്ചത്. നമ്മുടെ മക്കളുടെ ഭാവിയെക്കുറിച്ചും അവരുടെ ചലനങ്ങളെക്കുറിച്ചും അവരുടെ ഫ്രണ്ട്സുകളെക്കുറിച്ചും എല്ലാം ഒരു ധാരണയിലേക്ക് എത്താൻ ഏറെ ചിന്തിപ്പിച്ച ഒരു കൊലപാതകമായിരുന്നു ഷഹബാസിൻ്റെ കൊലപാതകം. ഷഹബാസിൻ്റെ മരണത്തെക്കുറിച്ചും അതിൻ്റെ അന്വേഷണങ്ങളെക്കുറിച്ചും പല പല കാര്യങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ പുറത്തു വരികയാണ്. ഷഹബാസിൻ്റെ മരണത്തോടു കൂടെ ലഹരി സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടു. വിദ്യാർത്ഥികളുടെ ഇടപെടലുകളെ കുറിച്ചിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. ഓരോ ക്യാമ്പസിനകത്തുള്ള അച്ചടക്ക ലംഘനങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു. തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിദ്യാർത്ഥികളുടെ നീക്കുപോക്കുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ എല്ലാവർക്കും സാധിച്ചു. പല പല ചർച്ചകൾ ഷഹബാസിൻ്റെ കൊലപാതകങ്ങളെ കൊണ്ട് ഉണ്ടായെങ്കിലും ആ ഷഹബാസിൻ്റെ പേര് നിയമസഭയിൽ മുഴങ്ങിയ ഒരു സമയമുണ്ട്. MK മുനീർ നിയമസഭയിൽ ഷഹബാസിൻ്റെ പേരെടുത്തു പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. കുറച്ചു സമയം നിയമസഭയിൽ ഓരോരുത്തരും അവിടുന്ന് സ്തംഭിതരായി നിന്നുപോയി. ആ വാക്കുകൾ നമുക്കൊന്ന് കാതോർക്കാം. സർ, ഒരു പിതാവ് എന്ന നിലയ്ക്കും താമരശ്ശേരി ഉൾക്കൊള്ളുന്ന മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്കും കേരളത്തിലെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്കും അങ്ങേയറ്റത്തെ വേദനയോടുകൂടിയാണ് സർ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. സർ, ഞാൻ ഷഹബാസിൻ്റെ വീട്ടിൽ ചെന്ന് പിതാവിനെ കണ്ടിരുന്നു. പിതാവിൻ്റെ പേര് ഇക്ബാൽ എന്നാണ്. അദ്ദേഹം ഒരു പെയിൻറ് ജോലിക്കാരനാണ്. വാടക വീട്ടിലാണ് താമസിക്കുന്നത്. സ്വന്തം ഒരു വീട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ മകൻ പറഞ്ഞു, ഷഹബാസ് പറഞ്ഞു, എനിക്ക് തുടർന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പം ആ ബാപ്പ പറഞ്ഞത്, ആ വീടിൻ്റെ പണി തീർന്നിട്ടില്ലെങ്കിലും ഇനിയുള്ള പണം നിനക്ക് പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കും. ആ വീട്ടിലേക്ക് ഒരു സ്കൂട്ടറിൽ ആരോ ആ മകനെ അവിടെ കൊണ്ട് ഇറക്കുക. അവന് ഒരു കണ്ണ് പോയിട്ടുണ്ടായി. അവന് ഉമ്മയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്, എൻ്റെ തല വലുതാകുന്നത് പോലെ തോന്നുന്നു എന്ന്. അത് കഴിഞ്ഞ് അവൻ കുറേ ഛർദ്ദിച്ചു. അവൻ ആശുപത്രി കൊണ്ടുപോയി ICUയിലേക്ക് പോയി. പിന്നെ നിശ്ചലമായ ഷഹബാസാണ് വീട്ടിലേക്ക് വരുന്നത്. സർ, ഇതെന്താണ് സംഭവിക്കുന്നത്? സ്വന്തം സഹപാഠികളാണ് അവൻ്റെ മുഖത്ത് നെഞ്ചക്ക് എന്ന് പറയുന്ന ആയുധം ഉപയോഗിച്ചുകൊണ്ട് അടിക്കുകയും അവൻ്റെ ഈ തലയോട്ടി പൊട്ടിപ്പോവുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ വൈരാഗ്യം വരാനുണ്ടാകുന്ന കാരണം എന്താണ് സർ? സർ, അവിടെ ഒരു DJ പാർട്ടി, ഇത് എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ നടക്കുന്ന ഒരു സാധനമാണ്. ഈ DJ പാർട്ടി, ഡിസ്ക് ജോക്കി എന്നാണ് എൻ്റെ പേര്. ഇതാണ് പലപ്പോഴും അടിയിൽ കലാശിക്കുന്നത്. അവിടെയാണ് പലപ്പോഴും മയക്കുമരുന്ന് പാർട്ടിയായി ഇത് മാറുന്നത്. ഇവിടെയും ഒരു ട്യൂഷൻ സെൻ്ററിൽ DJ പാർട്ടി നടന്നു. ആ DJ പാർട്ടിയിൽ ഒരു പാട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിന്നുപോയി, ഒരു പെൺകുട്ടി പാടുന്നത് നിന്നുപോയി എന്ന കാരണത്താൽ 2 സ്കൂളിലുള്ള കുട്ടികൾ തമ്മിലാണ് ഈ അടി നടന്നിരിക്കുന്നത്. രണ്ടും എൻ്റെ മണ്ഡലത്തിലാണ്. ഒന്ന് MJ സ്കൂൾ, ഒന്ന് താമരശ്ശേരി സ്കൂൾ. സർ, ഞാൻ താമരശ്ശേരി സ്കൂളൊന്ന് നന്നാക്കാനും അത് അന്തർദേശീയ നിലവാരമാക്കാനും എല്ലാവരെയും കൂട്ടി കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി അവിടെ ഇൻറ്ററാക്റ്റീവ് ക്ലാസ്സുകളൊക്കെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച ആ സ്കൂളിലെ 5 കുട്ടികൾ ഇന്ന് കൊലപാതക കേസിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പറഞ്ഞിട്ട് ഒബ്സർവേറ്ററി സെൻറ്ററിൽ കിടക്കുകയാണ്. സർ, എങ്ങനെയാണ് അവിടെ മറ്റുള്ള കുട്ടികളെ ഇനി നമ്മൾ അവരുടെ രക്ഷിതാക്കളുടെ മുന്നിൽ എന്താണ് പറയുക സർ? സർ, ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് സർ. സർ, ഈ കുട്ടികൾ പറഞ്ഞതെന്താണ്? ഞങ്ങൾ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടും, കാരണം ഇത് അവൻ്റെ കണ്ണൊന്ന് പോയി നോക്കി, ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവൻ ഇല്ലാതെയാക്കും എന്നൊക്കെ ഇവർ സന്ദേശം അയക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ. ആ ഇൻസ്റ്റാഗ്രാമിൻ്റെ പിക്ചർ എന്താണെന്ന് അറിയാം? വാൾ പിക്ചർ നെറ്റ്ഫ്ലിക്സിലെ ദക്ഷിണ കൊറിയൻ സീരീസിൽ വരുന്ന ഒരു കടുത്ത വയലൻസിൻ്റെ ചിത്രമുണ്ട്, സീരീസുണ്ട്. അതിൻ്റെ പേര് സ്ക്വിഡ് ഗെയിം എന്നാണ്. അതിലെ യോങ്ഹി എന്ന് പറയുന്ന ഒരു പാവക്കുട്ടിയുടെ ചിത്രമാണ് അവർ അതിൻ്റെ വാൾപേപ്പറാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ എത്രമാത്രം ഈ വയലൻസ്, ഇപ്പോൾ ഒരു സിനിമയുടെ പരസ്യം വന്നിരിക്കുന്നത് വയലൻസിൻ്റെ നരകത്തിലേക്ക് സ്വാഗതം എന്നാണ് ഒരു സിനിമയുടെ പരസ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വയലൻസ് കാണണമെങ്കിൽ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ചിത്രം. സർ, ഈ ചലച്ചിത്രങ്ങളൊക്കെ എങ്ങോട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്? മരണ ഗെയിംസ് എത്ര ആളുകളെ കൊന്നിട്ടുണ്ട് സർ? സർ, ഇവിടെ തന്നെ ഇതിൻ്റെ പിന്നിൽ രക്ഷിതാക്കൾ എവിടെ നിൽക്കുന്നു എന്ന് കാണണമെങ്കിൽ പ്രതിയായ കുട്ടിയുടെ പിതാവിന് കൊട്ടേഷൻ രാഷ്ട്രീയ ബന്ധം. സർ, TP വധക്കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള രജീഷ് എന്ന് പറയുന്ന ആളുടെ കൂടെ നിൽക്കുന്ന ഇതിലെ പ്രതിയായ കുട്ടിയുടെ പിതാവിൻ്റെ ചിത്രം പുറത്തു വന്നിരിക്കുകയാണ്. ആ പിതാവിൻ്റെ അളമാരിയിൽ നിന്നാണ് പോലീസ് ഇപ്പോഴ് ഈ നെഞ്ചക്ക് കണ്ടെത്തിയിരിക്കുന്നത് സർ. ആ അടി നടക്കുമ്പോൾ ആ പിതാവ് ആ ഭാഗത്തുണ്ടായിരുന്നു എന്ന് എല്ലാവരും സാക്ഷി പറയുന്നു സർ. സർ, ആ പിതാവിൻ്റെ പേരിൽ പോലീസ് എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല?
കുട്ടികളെ ഇത്തരത്തിലുള്ള അക്രമത്തിലേക്ക് തിരിച്ചുവിടുന്നതിന് വേണ്ടി പിതാക്കന്മാരും നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു കേരളം സർ? അതുകൊണ്ടാണ് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞത്, അങ്ങ് വിചാരിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം അങ്ങയുടെ കീഴിലുള്ള പോലീസ് സർ, അവിടെ ഈ പറഞ്ഞ മാതിരി MDMA രണ്ട് പുതിയ പേരുണ്ടെന്നറിയോ? അല്ലെ, രണ്ട് വേറെ പേരുണ്ട്. അതിന് മോളി എന്നും പേരുണ്ട്, എക്സ്റ്റസി എന്നും പേരുണ്ട്. എക്സ്റ്റസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹർഷോന്മാദെന്ന സർ. അവിടെ പോലീസുകാരൻ ഈ MDA സൂക്ഷിക്കുന്ന ആളുടെ വീട്ടിൽ ചെന്നിട്ട് പോലീസിനെ അടിച്ചിരിക്കുന്നു. പിറ്റേ ദിവസം വേറൊരു പോലീസ് അയാളുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ചിത്രം പുറത്തു വരികയാണ് സർ. സർ, ഇത് കാരണം ഞാൻ DGP വിളിച്ചപ്പോൾ DGP പറഞ്ഞു, നിങ്ങൾ ഒരു യോഗം കൂടും, ഈ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ നിങ്ങൾ യോഗം കൂടും. ഞങ്ങൾ യോഗം കൂടി. ആ യോഗം കൂടി ഞങ്ങൾ ഭയങ്കര തീരുമാനമൊക്കെ എടുത്തു. പോലീസ് നമ്മളെ കൂടെ നിൽക്കുന്നു പറഞ്ഞു. പിറ്റേ ദിവസം നോക്കുമ്പോൾ നരിക്കുനിയിൽ പുതിയൊരു ബീവറേജ് തുറക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതെന്താണ് ഇവിടെ നമ്മൾ മദ്യം നിർത്താൻ വേണ്ടി യോഗം കൂടിയിരിക്കുന്നു, അവിടെ മദ്യം തുടങ്ങുകയാണോ? ആ ബീവറേജ് തുടങ്ങിയെന്ന് മാത്രമല്ല, എന്റെ കൂടെ ഇതിന് നിന്ന പോലീസ് മുഴുവൻ ബീവറേജ് ആരെങ്കിലും പൂട്ടാൻ വരുന്നോ എന്നുള്ളതിന് കാവൽ നിൽക്കാൻ അങ്ങോട്ട് വിളിക്കാം. ഇത് രണ്ടും ഒരേ DGPയുടെ വായിൽ നിന്ന് വരുന്ന നിർദ്ദേശമാണ് സർ. സർ, എങ്ങനെയാണ് നമ്മൾ നന്നാവുക സർ? സർ, ഇവിടെ ശുചിത്വ മുറിയിൽ നിന്നും അവിടുത്തെ മാലിന്യ വെള്ളം കുടിപ്പിച്ച് മിഹർ ആത്മഹത്യ ചെയ്തു. വിതുരയിൽ +1ഉം +2ഉം തമ്മിലടി. കോട്ടയത്ത് അവിടുത്തെ നഴ്സിംഗ് കോളേജിൽ നടന്നിട്ടുള്ള റാഗിങ്. അങ്ങനെ ഓരോ സ്ഥലത്തും സർ ഇവിടെ പിന്നെ ഒരു പ്രശ്നം വെഞ്ഞാറമൂടുണ്ടായി. സർ, വെഞ്ഞാറമൂടിൽ എന്ത് ആക്രമണമാണ് അവിടെ നടന്നിരിക്കുന്നത്? അഫാൻ ചെയ്തിരിക്കുന്ന ആ പ്രശ്നത്തിൽ നമ്മൾ വളരെ ഗൗരവമായി കാണേണ്ട ചില കാര്യങ്ങളില്ലേ? സ്വന്തം അനിയനെ ചുറ്റികൊണ്ട് അടിക്കുക മാത്രമല്ല, മുഖം വികൃതമാക്കാനുള്ള മനസ്സെങ്ങനെ വരുന്നു? അവനും ഇവിടെ നിന്ന് മദ്യം കഴിച്ചിട്ടാണ് പോയിട്ടുള്ളത്. മദ്യം കഴിച്ചിട്ടാണ് പ്രിയതമയെ കൊല്ലുന്നത്. സർ, ഇനിയും നമ്മൾ മദ്യ ഷാപ്പുകൾ തുടങ്ങുകയും ബ്രൂവറി തുടങ്ങുകയും ചെയ്തുകൊണ്ട് അങ്ങ് ദയവ് ചെയ്ത് KPSC ലളിതയോടും ഇന്നസെന്റിന്റെയും ആത്മാവിനോട് നീതി പുലർത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അവരെ കൊണ്ട് ഞങ്ങൾ ഘട്ടം ഘട്ടമായി ഈ ഗവൺമെന്റ് മദ്യം ഇല്ലാതാക്കുമെന്ന് പറയുകയും അവർ മരിച്ച ശേഷം ഘട്ടഘട്ടമായി ഓരോ മദ്യഷാപ്പുകൾ തുടങ്ങുകയും ചെയ്യുന്നത് എത്രമാത്രം അവരോട് നീതി പുലർത്തുന്നു എന്ന് നമ്മൾ പരിശോധിക്കണം സർ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ മദ്യത്തിൽ നിന്നും ഈ മയക്കുമരുന്നിൽ നിന്നും സമൂഹത്തെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ അതിനുണ്ടാകും. കാരണം ഒരു രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ കാലത്തൊക്കെ ഞങ്ങളുടെ ക്ലാസ്മേറ്റിനെ അടിക്കുമ്പോൾ ഞങ്ങളുടെ നെഞ്ചു പിടിയുമായിരുന്നു. സഹപാഠി എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ആ വാക്ക്. കാരണം അവർ സഹപാഠി ആയിരുന്നില്ല, കൂടപ്പുറപ്പായിരുന്നു. അങ്ങനെ കൂടപ്പുറപ്പായി കണ്ടിരുന്ന ഒരു കാലത്ത് നിന്നും സ്വന്തം സഹപാഠികൾ നെഞ്ചത്ത് കൊണ്ട് മറ്റുള്ളവനെ കൊന്നിട്ട് അതിൽ ആത്മരോധനം കൊള്ളുന്ന, സന്തോഷം കൊള്ളുന്ന, ആത്മഹർഷം കൊള്ളുന്ന ഒരു തലമുറയെ ഇനിയെങ്കിലും നമുക്ക് തിരിച്ചു പിടിക്കണം.